മനസ്സിൽ വിചാരിച്ചത് അറിയാതെ പുറത്തു പറഞ്ഞു പോയോ എന്ന് ആലോചിച്ചവൾ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുമ്പോഴാണ് ചരൺ വന്ന് കൈനീട്ടി. ഹായ്, ഞാൻ ചരൺ. അവൾ ഒന്ന് മടിച്ചു നിന്നിട്ട് പതിയെ ചിരിച്ചുകൊണ്ട് കൈ കൊടുത്ത് പറഞ്ഞു. ആരാധ്യ, ഇന്നലെ നിങ്ങളെ കണ്ടിരുന്നു. പെട്ടെന്ന് പോയല്ലോ. എന്ത് സംശയമുണ്ടെങ്കിലും ചോദിച്ചോളൂ. എന്ത് സഹായത്തിനും ഞാൻ റെഡിയാണ് എന്ന് ചരൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് എന്ന് പറഞ്ഞ് ആരാധ്യ തൻ്റെ ജോലിയിൽ പുഴുകി. അപ്പോഴാണ് വർഷ വന്ന് വിളിച്ചത്. ഹേയ് ആരാധ്യ, വാ, നമുക്ക് ലഞ്ചിന് പോകാം. ആരാധ്യ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ചരൺ തടഞ്ഞു. വർഷ, ഇന്ന് ആരാധ്യ എൻ്റെ കൂടെയാണ് ലഞ്ച് കഴിക്കുന്നത്. ചന്തു ഇന്ന് വന്നിട്ടില്ല. എനിക്ക് കൂട്ടിന് ആരുമില്ല. അതുകൊണ്ട് നീ പോയിക്കോളൂ. ഹാവ്, ഇന്ന് ആ യാഷിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ആരാധ്യ മിണ്ടാതിരുന്നു. വർഷ ഒറ്റയ്ക്ക് ക്യാൻറ്റീനിലേക്ക് നടന്നു. ഇന്നവൾ ചരണിൻ്റെ കൂടെയാണ് ലഞ്ച് കഴിക്കുന്നത് അറിഞ്ഞാൽ യാഷ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ആർക്കറിയാം എന്നവൾ ആത്മകഥം ചെയ്തു. ക്യാൻറ്റീനിൽ യാഷ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടു. വർഷ, നീ എന്താ ഒറ്റയ്ക്ക്? ആരാധ്യ എവിടെ എന്ന് യാഷ് ചോദിച്ചു. അവൾക്ക് കുറച്ച് ജോലിയുണ്ട്, ലേറ്റാകുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വർഷ എങ്ങനെയൊക്കെയോ അത് മാനേജ് ചെയ്തു. യാഷ് ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോഴാണ് അടുത്ത വാതിലൂടെ ആരാധ്യയും ചരണും പുറത്തേക്ക് പോകുന്നത് കണ്ടത്. ആരാധ്യ യശ് കാണാതിരിക്കാൻ വർഷ വേഗം ഇടപെട്ടു. യശ്, എനിക്ക് ഈ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്തു തരാമോ എന്ന് ചോദിച്ച് അവൾ അവനെ തടഞ്ഞു നിർത്തി. യശ് അവളുടെ അടുത്ത് വന്നിരുന്നു. പക്ഷേ യാഷിൻ്റെ ദേഷ്യം അറിയാവുന്ന വർഷക്ക് പേടിയുണ്ടായിരുന്നു. ആരാധ്യ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നത് കണ്ട യാഷ് അവനെ വെറുതെ വിടില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരവും ചരണും അകത്തേക്ക് വന്ന് അവരുടെ ജോലിയിൽ മുഴുകി. യാഷിന് ഓൺസൈറ്റ് ടീമുമായി മീറ്റിംഗ് ഉള്ളത് കൊണ്ട് മാനേജർക്കൊപ്പം മീറ്റിംഗ് ഹാളിലേക്ക് പോയി. ഓഫീസ് കഴിഞ്ഞ് ആരോ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ യാഷ് അവിടെ നിൽക്കുന്നത് കണ്ടു. അവനെ കണ്ടതും രാവിലെ അവൻ്റെ പെരുമാറ്റം ഓർത്ത് അവൾക്ക് എന്തോ പോലെ തോന്നി. പക്ഷെ ഉടനെ തന്നെ ദേഷ്യം വരുത്തി അവനെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് അവൾ തൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. യാഷ് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷെ ഒന്നും മിണ്ടിയില്ല. വണ്ടിയെടുത്തും തന്നെ ശ്രദ്ധിക്കാതെ മൊബൈൽ നോക്കി നിൽക്കുന്ന യാഷിനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. പരിചയമില്ലാത്ത ഒരാളെ എന്ന പോലെ അവൻ പെരുമാറുന്നത് കണ്ടപ്പോൾ സഹിക്കാനാവാതെ അവൾ അവൻ്റെ അടുത്ത് നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. യശ് അവളെ നോക്കിയപ്പോൾ അവൾ ദേഷ്യപ്പെട്ട് ചോദിച്ചു. എന്നെക്കുറിച്ച് എന്താ നിങ്ങളുടെ വിചാരം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറാൻ ഞാനൊന്നും പറയില്ലെന്ന് കരുതിയോ? എന്നെ അത്ര പാവമായി കാണണ്ട. ഇനിയും രാവിലെ ചെയ്ത പോലെ വല്ലതും കാണിച്ചാൽ ഞാൻ എന്താ ചെയ്യാന്ന് കേട്ട് നിങ്ങൾ അവിടെ സ്തംഭിച്ചു നിന്നു പോകും. ഇത് കേട്ട് ദേഷ്യം വന്ന യശ് അവളെ അടുത്തേക്ക് വിളിച്ച് അവളെ ചേർത്ത് പിടിച്ച് അനിലേക്ക് അടുപ്പിച്ചു. യശ് വിട് എന്നവൾ ഉറക്കെ നിലവിളിച്ചു. പക്ഷേ യശ് അവളെ അമ്പരപ്പോടെയാണ് നോക്കിയത്. ശരിക്കും അവൾ അതൊക്കെ സ്വപ്നം കാണുകയായിരുന്നു. ഏയ്, എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? വല്ല ആപത്തും പറ്റിയതുപോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ച് യശ് അവളുടെ തോൾ പിടിച്ചു കുലുക്കി. അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. ഇതൊക്കെ എൻ്റെ തോന്നലായിരുന്നോ? ഞാൻ ശരിക്കും വാണിംഗ് കൊടുത്താൽ അവൻ ഇങ്ങനെ ചെയ്യുമോ എന്ന് പേടിച്ച് അവൾ വിയർപ്പ് തുടച്ചു. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവാതെ യശ് അവളെ വിചിത്രമായി നോക്കി നിന്നു. അവൾ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് യശ് വിളിക്കുന്നത് പോലും കേൾക്കാതെ അവിടെ നിന്ന് വേഗത്തിൽ പോയി. ആ സമയത്താണ് അർജുനും വർഷയും യാഷിനെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നത്. ഡാ, ആരാധ്യ പേടിച്ച് ഓടുന്നത് കണ്ടല്ലോ. നീ അവളോട് എന്ത് ചെയ്തടാ? ഞാനൊന്നും ചെയ്തില്ലടാ. അവൾ തന്നെ എൻ്റെ മുന്നിൽ വന്ന് ഭ്രാന്ത് കാണിച്ചു. എന്നിട്ട് വെറുതെ അലറി വിളിച്ച് അവൾ ഓടിപ്പോയി. അതെന്താ, അവൾക്ക് വല്ല വട്ടുമോണോ? ഞാൻ ഷർജിൻ്റെ തലക്കരടി കൊടുത്തിട്ട് ഒന്ന് പോടാ. സോറിടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇന്ന് നൈറ്റ് പാർട്ടി എവിടെയാ? നാളെ വീക്കെൻഡ് അല്ലേ, കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എവിടെ പോകാനാ? നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ. 10 മണിക്ക് വരാൻ പറ. അർജുൻ നല്ല ചൂട് ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ബിരിയാണിയുടെ മണം സൂപ്പർ, അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പൊളിച്ചു. പെട്ടെന്ന് ആരും നോൺ വെജ് കഴിക്കില്ല എന്ന് പറഞ്ഞത് യശ് ഓർത്തു. അവളവിടെ എന്തുണ്ടാക്കി കഴിക്കുമോ എന്തോ. പുറത്തുനിന്ന് പോലും ഒന്ന് വാങ്ങി കഴിക്കില്ലല്ലോ. എടാ അർജുൻ, വേഗം ഒരു വെജ് ബിരിയാണി കൂടി ഉണ്ടാക്കടാ. അർജുൻ തല ചൊറിഞ്ഞുകൊണ്ട്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഇപ്പോൾ വെജ് ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? നീ ഒന്നും ഉണ്ടാക്കടാ വേഗം. അർജുൻ സ്വയം പുറകുറുത്ത് അനാവശ്യമായി ഈ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചു. ഓരോ വീക്കെൻഡിലും എന്നെക്കൊണ്ട് തന്നെ ചെയ്യിക്കും. കുറച്ച് കഴിഞ്ഞ് അർജുൻ ബിരിയാണി ഉണ്ടാക്കി കൈ കഴുകി ക്ഷീണത്തോടെ സോഫയിൽ പോയിരുന്നു. എടാ, ബിരിയാണി റെഡിയായി. യേശു ഒരു പാഴ്സൽ ബോക്സിൽ ബിരിയാണി എടുത്ത് അർജുൻ്റെ കയ്യിൽ കൊടുത്തു. ഇതെന്തിനാ? ഇത് കൊണ്ടുപോയി ആരാധ്യക്ക് കൊടുത്തിട്ട് വാ. സോഫയിൽ നിന്ന് എഴുന്നേറ്റ്, ഡാ, ഇത് വലിയ ചതിയാണ് കേട്ടോ. 2 മണിക്കൂർ നിന്ന് 2 ബിരിയാണി ഉണ്ടാക്കി ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. നിനക്ക് എന്നോട് ദയവുമില്ലടാ. അവൻ യാഷിനെ നോക്കി ദയോട് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് പോയാൽ എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നീ തന്നെ പോയി കൊടുത്തിട്ട് വാ. ഇത് കേട്ടതും അവൻ ദുഷ്ടാൻ നിന്നെ അവനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് ഷർട്ടിട്ട് ബേക്കിൽ അവിടേക്ക് പോയി. അപ്പോഴേക്കും സമയം 8 മണിയായിരുന്നു. ഫ്ലാറ്റിന് മുന്നിൽ ബൈക്ക് നിർത്തിയതും പുറത്തിരുന്ന് ഓണർ ചോദിച്ചു. ആരെയാ തിരക്കുന്നത്? ആരാധ്യയെ. അർജുൻ മറുപടി നൽകി.
അവൻ അർജുനെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി. കയ്യിലുള്ള കാർ കണ്ടപ്പോൾ, ഓ ഡെലിവറി ബോയ് ആണോ? നിൽക്ക്, ഞാൻ ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് അവർ കോവണിയുടെ അടുത്ത് നിന്ന് ഉറക്കെ വിളിച്ചു. വിളിക്കുന്നത് കേട്ട് ആരാധ്യ താഴേക്ക് വന്നു. പുറത്ത് നിൽക്കുന്ന അർജുനെ കണ്ടപ്പോൾ അവൾ ആകെ പരിഭ്രമിച്ചു. ചുറ്റും നോക്കിയിട്ട് അവൾ ചോദിച്ചു, നീ സമയത്ത് ഇവിടെ എന്തിനാ വന്നത്? ഇതാ നിനക്കുള്ള വെജ് ബിരിയാണി, ഇത് തരാൻ യാഷ് പറഞ്ഞു. ആര് സംശയത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ അവൻ കൂട്ടിച്ചേർച്ചു, ഇത് പ്യുവർ വെജിറ്റേറിയൻ ബിരിയാണിയാണ്, പേടിക്കാതെ കഴിച്ചോ. അല്ല, നീ എന്തിനെന്ന് വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് ഓടിപ്പിടിച്ച് പാഞ്ഞിരുന്നേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എല്ലാം നിന്റെ ആ ഫ്രണ്ട് കാരണമാണ്, അയാൾ സ്വപ്നത്തിൽ പോലും വന്ന് പേടിപ്പിക്കുന്നുണ്ട്, അവൾ പറഞ്ഞു. അവൻ നിന്നെ അത്രയ്ക്ക് എന്ത് ചെയ്തു? അത് പോട്ടെ, എല്ലാം ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. എന്നാലും നിന്റെ ഫ്രണ്ടിനെ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു ടീം ലീഡർ എന്നാൽ എത്ര പ്രൊഫഷണൽ ആയിരിക്കണം. അയാളെ കണ്ടാൽ ഒരു ഗുണ്ടയെ പോലെയുണ്ട്. മാനേജർ പോലും അയാളൊന്നും പറയാറില്ലേ? അവൾ നിർത്താതെ സംസാരിക്കുന്നത് കേട്ട് അർജുൻ തലയെ കൈവച്ചു പോയി. യാഷേ, നീ എന്നെ ഇതിൽ കൊണ്ടുപോയി ചതിച്ചല്ലോടാ. നിന്റെ കാര്യം ഞാൻ വന്നിട്ട് ശരിയാക്കാം എന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ സ്വയം ശപിച്ചു. പക്ഷെ ആരാധ്യ സംസാരം നിർത്തുന്ന ലക്ഷണമില്ലായിരുന്നു. അവൻ 2 കൈകളും കൂപ്പി അവളെ വണങ്ങി. അയ്യോ രാമ, ഇതെന്തേ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്നെ വണങ്ങുന്നത്? ഞാൻ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞതല്ലേ? അവൾ എന്തെങ്കിലും കൂടുതൽ പറയുന്നതിന് മുമ്പ് അവൻ തടഞ്ഞു. അതാ നിന്റെ ആൻറ്റി നോക്കുന്നു, ഞാൻ പോട്ടെ ബൈ എന്ന് പറഞ്ഞ് ബിരിയാണി കവർ അവളുടെ കയ്യിൽ എത്തിച്ചിട്ട് അവൻ വേഗം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി. ഗേറ്റ് അടിച്ചിരിക്കുകയായിരുന്നു. ആൻറ്റി പുറത്തില്ലല്ലോ, പിന്നെ എന്തിനാ ഇത്ര പേടിക്കുന്നത് എന്ന് സ്വയം ചോദിച്ച് അവൾ മുകളിലേക്ക് പോയി. ബിരിയാണി തുറന്നപ്പോൾ നല്ല മണം. അവൾ അതൊന്ന് ചുരിച്ചു നോക്കി. വാവ്, സൂപ്പർ. എന്നും ഈ പരിപ്പും ഇലക്കറികളും കഴിച്ചു വായാകെ മടുത്തിരിക്കുകയായിരുന്നു. ഇത് പൊളിച്ചു എന്ന് പറഞ്ഞ് അവളത് ആസ്വദിച്ച് കഴിച്ചു. ബിരിയാണി കഴിച്ച ശേഷം അവൾ സുഖമായി ബെഡിൽ കിടന്നു. അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. ഡിസ്പ്ലേയിൽ തൻ്റെ ഫ്രണ്ടിൻ്റെ പേര് കണ്ട് അവൾ ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്തു. അനു, പറയൂ, എന്തുണ്ട് വിശേഷം? ഞാനിപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് കിടക്കുകയാണ്, അവൾ മറുപടി നൽകി. നീ ബിരിയാണി കഴിച്ചെന്നോ? അതെങ്ങനെ? അനുപമ അത്ഭുതത്തോടെ അച്ചയിട്ടു. അയ്യോ, അത് വെജ് ബിരിയാണിയാണ്, യാഷ് കൊടുത്തു വിട്ടതാ എന്ന് പറഞ്ഞതും അവൾ പെട്ടെന്ന് നാവ് കളിച്ചു. യാഷോ, അതാരാ? ബിരിയാണി കൊടുത്തുവിടാൻ മാത്രമുള്ള ബന്ധമായോ? എന്നിട്ട് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, അനു കുസൃതിയോടെ ചോദിച്ചു. അത് ഞങ്ങളുടെ ടീം ലീഡറാണ് എന്ന് പറഞ്ഞ് ഓഫീസിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നായി അവൾ അനുവിനോട് വിവരിക്കാൻ തുടങ്ങി. ചിരിക്കല്ലേ, നീ ചിരിക്കണ്ട. അതെന്താണെന്ന് അറിയില്ല, എപ്പോഴും അവൻ എൻ്റെ പുറകിലുണ്ടാവും. ക്ലോസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ അടിച്ചു പപ്പടമാക്കിയേനെ. പക്ഷേ യാഷിൻ്റെ കാര്യത്തിൽ എനിക്കെന്തോ പറ്റുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവൻ്റെ നോട്ടം കണ്ടാൽ തന്നെ ഞാനൊരു പാവയെ പോലെ ആയിപ്പോകും. പിന്നെന്താ, എനിക്ക് അവനൊട്ടും ഇഷ്ടമല്ല. അതെന്താ? അവൻ ടീം ലീഡറാണെന്നും നല്ല കഴിവുള്ളവനാണെന്നും പറഞ്ഞിട്ട്? കഴിവുണ്ടായതും കൊണ്ട് മാത്രമായില്ലല്ലോ, ഒരു ചിട്ടയും വട്ടവുമില്ല. മുടിയൊക്കെ ഇങ്ങനെ പാറി നടക്കും. ഷർട്ടിൻ്റെ ബട്ടണൊക്കെ ഊരിയിട്ട് താടിയും വടിക്കാതെ ഒരു ഗുണ്ടയെ പോലെയാണ് അവൻ്റെ നടപ്പ്. ആർക്കും ഒരു മര്യാദയും കൊടുക്കില്ല. എല്ലാ ദുശീലങ്ങളും അവൻ്റെ കയ്യിലുണ്ട്. ഓഹോ, 3 ദിവസം കൊണ്ട് നീ അവനെക്കുറിച്ച് അത്യാവശ്യം പഠിച്ചല്ലോ. ഈ 3 ദിവസം കൊണ്ട് ഏതോ പഴയ ശത്രുവിനെ പോലെ അവൻ എന്നെ വട്ടം കറക്കുകയായിരുന്നു. അവൻ എന്നെ പറ്റി എന്താ വിചാരിക്കുന്നത് എന്നറിയില്ല എന്ന് അവൻ എന്നെ ഉമ്മ വെക്കാൻ നോക്കി. അറിയാമോ? അവൾ പറഞ്ഞു. എന്ത് ഉമ്മയോ എന്ന് ഉറക്കെ ചോദിച്ചു.